നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് സമ്മർദ്ദം ഉണ്ടാവുന്നതെന്ന് അറിയോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേണ്ടി മാത്രം നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ടെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും മുൻഗണന നൽകുക. ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കാനും സ്നേഹിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങളെ കാണുന്ന രീതി തന്നെ മാറും. കോൺഫിഡൻസ് കുറഞ്ഞ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവർക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നാണ് അവരെക്കുറിച്ച്, അതായത് അത്രയ്ക്ക് അവർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അത് അവരുടെ മൈൻഡിൽ ഞാൻ അങ്ങനെയാണോ എന്നൊരു തോന്നലുണ്ടാകും. പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ചെറിയ കുട്ടികളായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ അത് മുതിർന്നു കഴിഞ്ഞാലും ഉണ്ടാകും. അപ്പോൾ വലിയൊരാളായിട്ട് മാറും, അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളായി മാറുമ്പോൾ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ അവരെ പിന്തുടരും. അവർക്ക് ഒരു കാര്യം ചെയ്യാനും ധൈര്യം ഉണ്ടാവില്ല. ഇവരൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്ലാനൊക്കെ ലൈഫിൽ ഉണ്ടാക്കുന്ന സമയത്ത് പാരൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ചോദിക്കും, എന്നെ കൊണ്ട് ഇത് വല്ലതും നടക്കുമോ, നീ ഇത്രയും കാലം ചെയ്തിട്ട് എല്ലാം നശിച്ചു പോയിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരത് സത്യമെന്ന് കരുതും. കാരണം അവരുടെ ഉള്ളിലെ കഴിവുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. കാരണം മറ്റുള്ളവർ പറയുന്നതാണ് സത്യം എന്ന് വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം മനുഷ്യന്റെ അറിവ് എത്രത്തോളം വലുതാണെന്ന്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള കാര്യമല്ല. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് സ്കിൽസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾ പുറത്തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ. ഒരു നിമിഷം, ഡെയിലി ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് സ്വയം കണ്ണടച്ചിട്ട്, ഉറങ്ങുന്ന സമയത്തല്ലാതെ കണ്ണടച്ച് ഒന്നെങ്കിലൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങളൊന്ന് തയ്യാറാവുക. എന്നിട്ടൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, എനിക്ക് എന്താണ് കഴിവുള്ളത്, ഈ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പറ്റും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ അത് ആരെതിർത്താലും നിങ്ങളത് ചെയ്യാതിരിക്കരുത്. എത്ര ബ്രില്യൻ്റ് ആയ വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ എനിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൽസിനനുസരിച്ച്, നിങ്ങളുടെ ഉള്ളിലെ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം വരട്ടെ, ജയവും തോൽവിയും എല്ലാം വരട്ടെ, അതിനെ സ്വാഗതം ചെയ്യുക, അതിനെ നിങ്ങൾ അംഗീകരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽക്കുക. അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മൾ കുറച്ച് വീട് കുറച്ച് എഴുന്നേറ്റ് അവസാനം നമ്മൾ മനസ്സിലാക്കും എന്താണ് നമ്മുടെ യഥാർത്ഥ, എങ്ങോട്ടാണ് നമ്മുടെ യഥാർത്ഥ വഴി ഉള്ളതെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും.